പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് രാവിലെ 7 to 12 വർക്ക് ചെയ്യാൻ പോകുന്നത്. സമയം ഇപ്പം 5:25 രാവിലെ ബാഗെല്ലാം എടുത്ത് വെച്ച് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് എന്ന് പറയുന്നത് പുട്ട് ഉണ്ട്, പപ്പടം ഉണ്ട് കേട്ടോ. പപ്പടം അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം സൊമാറ്റോയിൽ ഓർഡർ കുറവായിരുന്നു. ഇന്നെങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ഓർഡർ അടിച്ചത് 8 മണിക്ക് 8:30. ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ ചിന്നൂസ് ആണ്. സൗണ്ടിന് ചെറിയ വിഷയം വരും, എല്ലാവരും ക്ഷമിക്കണം. മഴയാണ്, മൈക്ക് കുത്തിയിട്ടില്ല. ഹോട്ടൽ ചിന്നൂസ് ഫസ്റ്റ് ഓവർ അടിച്ച സമയം എന്ന് പറയുന്നത് 7:35. ഓ, ടിപ്പറൊക്കെ പോണത് മഴയെ കൂടെയാണ്, ചവിട്ടിയാൽ കിട്ടുമല്ലോ. നല്ല റോഡും കൂടെ ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് പോവാം കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വളരെ മോശമായിരുന്നു. നേരത്തെ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫുഡ് റെഡിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ വന്ന് ഫുഡ് റെഡിയില്ല. ഫുഡ് റെഡിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെ പോകണം. ഫുഡ് റെഡിയില്ല. നോട്ട് പൊറോട്ട, പൂരി മസാല, ഇഡ്ഡലി, 4 പീസ്. ഏകദേശം കൊടുക്കാനുള്ള ചാലക്കുടിയാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ. നോക്കാൻ പറ്റിയില്ല. 2 കിലോമീറ്റർ കാണും. ഫസ്റ്റ് ഓർഡർ അടിച്ച ഹോട്ടൽ ചിന്നൂസ് ആണ്. നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പട്ട സ്കൂളിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇപ്പം കുഴപ്പമില്ല, നല്ല മൂടുണ്ട് വർക്ക് ചെയ്യാൻ. നല്ല ക്ലൈമറ്റ് കേട്ടോ. മഴയില്ല എന്നാൽ ഉണ്ട് ആ ഒരു സംഭവം. കൊള്ളാം, നല്ല രസമുണ്ട്. റൈറ്റ് സൈഡാണ് നമ്മളെ ചിക്കിങ് രാവിലെ തുറന്നില്ലോ. ചിക്കിങ് തുറന്നിട്ടില്ല. ഇല്ല. ഓക്കെ. നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. വടികൾക്കുള്ള റൂട്ട് കേട്ടോ. ഏകദേശം അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൻ്റെ പുറകിലാണ് കേട്ടോ. ഇത് എവിടെയാണ് വീട്? ഇത് നമ്മൾ കൊടുത്തിട്ടുള്ള ഓർഡറാണ് കേട്ടോ. ഈ നമ്പർ നോക്കിയില്ല. ശരി, ഓക്കെ. ഗൈസ്, 58 പൈസ തന്നെ കിട്ടി കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ പുറകിലാണ് കൊടുത്തത്. ഗൈസ്, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പേരകൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഷോർട്ട് കട്ട് പിടിച്ച് ഇതിലേ കയറി പോകാം കേട്ടോ. അപ്പോൾ അത്രയും ദൂരം കിടന്ന് കറങ്ങണ്ടല്ലോ. ചെറിയ ഓർഡർ കേട്ടോ രാവിലെ കിട്ടുന്നത്. കുഴപ്പമില്ല. 25, 23 കിട്ടുന്നത്. ഇന്നത്തെ ഓഫർ ഞാൻ നോക്കിയില്ല കേട്ടോ. ഇന്നത്തെ റേറ്റ് കാർഡ് പിന്നീട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാമേ.
നമുക്കിവിടുന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. ഇതിലെ പോയാൽ ഷോർട്ട് കട്ടാണ്. അതിലെ കേശവാസുരം കയറി പോയാൽ നല്ല ദൂരമുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് പാരഗൺ റെസ്റ്റോറൻറ്റ്. രാവിലെ ഇവിടെ വന്നാൽ തിരക്കില്ല കേട്ടോ. വൈകുന്നേരം ആവണം, കാല് കുത്താൻ ഇടം കാണില്ല. ഗൈസ്, ഫുഡ് റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം, സമയമുണ്ട്. ഗൈസ്, ഫുഡ് റെഡി ആയിട്ടുണ്ട്. അവിടെ ചെന്ന് ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ ഫുഡ് റെഡി ആയില്ല. 05:51. ഗൈസ്, ഫുഡ് റെഡി കൊടുത്തേക്കിന് കേട്ടോ. ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല. ഗൈസ്, അപ്പോൾ ഫുഡ് റെഡി കൊടുത്തേക്കിന് കേട്ടോ. ഇവിടെ റെഡി വന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല. എന്നാൽ പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് റെഡി കൊടുത്താൽ പോരെ. കസ്റ്റമർ വിചാരിക്കുക എന്താണ് നമ്മൾ ഫുഡ് മനഃപൂർവ്വം എടുക്കാതിരിക്കണമെന്നാണ് കസ്റ്റമർ വിചാരിക്കുക. ഇതൊക്കെയാണ് ശരിയാവാത്തല്ലേ. അവിടെ ഇപ്പോഴാണ് കൊണ്ടുവന്നത് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. എന്നാൽ പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് റെഡി കൊടുക്കുകയാണ് പറഞ്ഞു. ഗൈസ്, അപ്പോൾ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഒരു ഐറ്റം എന്ന് പറയണത് ഇഡ്ഡലി 4 സെറ്റും ഉഴുന്നുവട 1 ഉഴുന്നുവടയാണ്. അതുകൂടെ തന്നെ ഡബിൾ ഓർഡറാണ്. അതും ഇനി വെയിറ്റ് ചെയ്യണം, കുറച്ച് സമയം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഗൈസ്, ഫുഡ് റെഡി ആയിട്ടുണ്ട്. 2ാമത്തെ ഓർഡറാണ് കേട്ടോ. ഡബിൾ ഓർഡർ അടിച്ചു ഇവിടെ. 90:17. 90:17. ഗൈസ്, അപ്പോൾ 2ാമത്തെ ഓർഡർ എടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നത് 2ാമത്തെ ഓർഡർ എന്ന് പറയുന്നത് ഇഡ്ഡലിയും ഉഴുന്നുവടയാണ്. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഓർഡർ കൊടുക്കാനുള്ള തോപ്പിൽ നഗറാണ് മുട്ടട കേട്ടോ. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ട്. നേരെ വെട്ടി പിടിക്കാം. മഴ ആകപ്പാടെ പ്രശ്നമാക്കുമല്ലോ. നമുക്ക് പോകാനുള്ളത് പരുത്തിപ്പാറ അമ്പലമുക്ക് റോഡാണ്. അങ്ങോട്ടാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ബൈക്ക് എടുത്ത് കുത്തണമെന്നുണ്ട് കേട്ടോ. ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ബൈക്ക് കൊടുക്കാം. ഇതൊക്കെ റോഡ് ടാർ ചെയ്യാൻ വേണ്ടി മെറ്റലൊക്കെ വാരി ഇട്ടു കേട്ടോ. തോപ്പിൽ നഗറിലാണ് കൊടുക്കാനുള്ളത് കേട്ടോ. തോപ്പിൽ നഗർ നമ്മൾ ലൊക്കേഷൻ എത്തി. ഈ ഇറക്കം ഇറങ്ങി പോകണം, താഴെ പോകണം. ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷൻ വന്നെത്തി കഴിഞ്ഞു. ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ. ഫസ്റ്റ് ഓർഡർ പാരഗണിലെ ഓർഡറാണ് ഫസ്റ്റ് കേട്ടോ. ഫസ്റ്റ് ഓർഡർ പാരഗണിലെ ഓർഡറാണ്. 80:50. ഇത് വലിയ 05:01. ഫസ്റ്റ് ഓർഡർ എന്ന് പറയണത് അത് പാരഗണിൻ്റെ ഓർഡർ തന്നെ. ശരി, ഇങ്ങനെ കെട്ടി വയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞല്ലേ, പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ തെറിച്ച് പോവും. കട്ടറിലൊക്കെ വീണ സമയത്ത് ഫുഡ് തെറിച്ച് പോയിട്ടില്ല പോവും. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ വയ്ക്കാം. അത് കൊള്ളാമല്ലേ. അത് ഓർഡർ അടിപൊളി കേട്ടോ. മേളിലോട്ടാണ് പോകാനുള്ളത് കേട്ടോ. ഇത് 27ആണ്. കുറഞ്ഞു കേട്ടോ. കുറഞ്ഞ് വരെയാണ്. ഇപ്പം മേളിലോട്ടാണ് പോകാനുള്ളത്. ആഹാ, ഇത് തൊട്ടടുത്ത വീടായിരുന്നു.
ആ കൊള്ളാലോ, നല്ല ഓർഡർ കേട്ടോ അത്. ശരി അപ്പോൾ രണ്ടാമത്തെ ഓർഡറും കൂടെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തടുത്തായിരുന്നു കേട്ടോ, കുഴപ്പമില്ല, നല്ല ഓർഡർ. 2 ഓവറും കൂടെ നമുക്ക് കിട്ടിയത് 77.41 ഏകദേശം. സമയം ഇപ്പം മണി 10:15. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ 10:15. ലാസ്റ്റ് ഓർഡർ അടിച്ചത് 9 മണിക്ക് അങ്ങോട്ടേ, 1 മണിക്കൂർ കഴിഞ്ഞു. 1.5 കിലോമീറ്റർ ഉണ്ട്. ഇമ്പീരിയൽ കിച്ചനാണ് ഓർഡർ അടിച്ചത്. ഒരു മഴ ഇങ്ങനെ അടുത്ത് കറങ്ങുന്നത് കേട്ടോ, മൈക്കെടുത്ത് വയ്ക്കാനും പറ്റൂല. ബൈക്കെടുത്ത് വെച്ചാൽ തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. കുറവോണത്തൊക്കെ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എളുപ്പം ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഷോർട്ട് കട്ട് പഠിക്കാം. ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഇവിടുന്ന് റൈറ്റ് കയറുമ്പോൾ. ഫൈനലി നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഇമ്പീരിയൽ കിച്ചൻ കേട്ടോ. അങ്ങോട്ട് കയറ്റി വയ്ക്കാം, വേറെ സ്ഥലമില്ല. ഇത് റെഡി ആയിട്ടില്ല, 15:60. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതെല്ലാം താമസിച്ചു കേട്ടോ. ഐറ്റം എന്ന് പറയുന്നത് ബീഫ് റോസ്റ്റാണ്. കാക്കത്തൂറി പൈസ ഫുഡ് എടുത്തിട്ടുണ്ട്. ബീഫ് റോസ്റ്റാണ്. അപ്പോൾ കൊടുക്കാനുള്ളതെന്ന് പറയുന്നത് മുട്ടടയാണ്. ഇവിടുന്ന് 2.4 കിലോമീറ്റർ ഉണ്ട്. നേരെ വച്ച് പിടിക്കാം കേട്ടോ. മഴയില്ലെന്നുണ്ടെങ്കിൽ മൈക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. നല്ല വെയിൽ വന്നു കേട്ടോ. കോട്ട എടുത്തിട്ട് അബദ്ധമായില്ലേ. ഫുള്ള് ബ്ലോക്ക്. റോഡിൽ ഈ സൈഡിലൊക്കെ പൊടിയുണ്ട് കേട്ടോ. കണ്ണിൽ ഇങ്ങനെ അടിക്കുമ്പോൾ കണ്ണടക്കും. ഏകദേശം നമ്മളാ 3ാമത്തെ ഓവറാണിത്. ഓവർ ഇല്ല കേട്ടോ, മാസം ആയതുകൊണ്ടാണ് ഓവർ കമ്മി, ഭയങ്കരമായിട്ട് കമ്മി. ഏകദേശം നമുക്ക് സിഗ്നലുണ്ട്, പക്ഷെ വണ്ടിയിൽ കിടക്കുന്നതുകൊണ്ട് പോകാനും പറ്റില്ല കേട്ടോ. ഇനി ഇത്രയും വണ്ടി കിടക്കുന്ന വണ്ടിയെല്ലാം പോയതിനു ശേഷം പോകാൻ പറ്റും. ഏകദേശം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ശരി, ഓക്കെ. ഏകദേശം 26.45 കിട്ടിയത്. അടുത്തായിരുന്നു കേട്ടോ, ഒരു 1.5 കിലോമീറ്റർ വരും. മഴയില്ലാത്തതുകൊണ്ട് റെയിൻ സർജ് കിട്ടില്ല. ബ്ലിങ്കറ്റിന് നല്ല ഓർഡറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പയ്യന്മാരൊക്കെ ചറാവറാ പോകും. നമുക്ക് മാത്രം ഓർഡറില്ല.
മാസാവസാനം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഗൈസ് അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടില്ല, അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇമ്പീരിയൽ കിച്ചനാണ് ഇവിടെ കവടിയാറുള്ളത് കേട്ടോ. ഇതിലേ പോവാൻ, ഇതിലേ കവടിയാർ വഴി പോവാം. കവടിയാർ വഴി പോവാം. അപ്പോൾ നമ്മളെ 4ാമത്തെ ഓർഡറാണ്. വലിയ ഓർഡറൊന്നുമില്ല കേട്ടോ, വലിയ ഓർഡറൊന്നുമില്ല. മാസാവസാനം ആയതുകൊണ്ടാണ്, എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ കിട്ടിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്ന് തോന്നില്ല കേട്ടോ. നോക്കട്ടെ. പക്ഷേ ഫുഡ് റെഡി ആയിട്ടില്ല. അയ്യോ, പിന്നെ ഇതിന് ഡിലേ എന്ന് കാണിച്ച് എന്തിനാന്ന്. കേസ ഫുഡ് എടുത്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി വിത്ത് എഗ് ആണ് കേട്ടോ. കേസ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാനുള്ളതെന്ന് പറയണത് കവടിയാറാണ്. കവടിയാർ അപ്പർ മെഡിറ്ററേനിയൻ റോഡിലാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അതായത് കുറവങ്കോണ ജംഗ്ഷനിൽ മറ്റേ അലങ്കാർ പ്യൂർ വെജ് ഇല്ലേ, അലങ്കാർ പ്യൂർ വെജിൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് കയറി പോകണം. അവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അഞ്ചലിയിലായാലും അങ്ങനെ എന്താണ് കൊടുത്തേക്കുന്നത്. 2025 ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 4 വരെ ഫയൽ അദാലത്ത് നഗരസഭ 1.6 കിലോമീറ്റർ ഉണ്ട്. നീതി ആയോഗിന്റെ ഓ ഭയങ്കര കാറ്റ് ചേട്ടാ. ഒരു മഴ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്, ചിലപ്പോൾ പെയ്യും, ഉറപ്പില്ല. നമ്മൾ 4ാമത്തെ ഓർഡറാണ് കൊടുക്കാൻ പോണത് കേട്ടോ. 4ാമത്തെ ഓർഡറാണ് കൊടുക്കാൻ പോണത്. ഒരു ഒരെണ്ണം ഡബിളായിരുന്നു, അപ്പോൾ അത് 2 ഓർഡറായിട്ട് കൂട്ടും, കുഴപ്പമില്ല. അങ്ങനെ നോക്കുമ്പോൾ 5ാമത്തെ ഓർഡറാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് 22 ഓർഡറിന് എടുത്താൽ 325 രൂപ ആണ് ടോട്ടൽ നമുക്ക് കിട്ടുന്നത്, ഇൻസെൻറ്റീവായിട്ട് കിട്ടുന്നത്. ഫുൾ ഡേ നിൽക്കുമ്പം വൈകുന്നേരം 7 മണി തൊട്ട് 9 മണി വരെ മസ്റ്റായിട്ട് കമ്പൾസറി ലോഗിൻ ചെയ്യണം. 7 മണി തൊട്ട് 9 മണി വരെ ഉള്ള ടൈമിൽ 1.25 മണിക്കൂർ നമ്മൾ ലോഗിൻ ചെയ്യണം. നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകാനുള്ളത് കേട്ടോ. ഇവിടെ വെയിറ്റ് ചെയ്യാം, വണ്ടി പോയിട്ട് പോകാം കേട്ടോ. ഓക്കെ, കയറി പോകാറായോ? പോകണ. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് മേലിലോട്ടാണ് കയറി പോകാനുള്ളത്. അല്ല, നല്ല അടിപൊളി റോഡ് ചേട്ടാ. ഇല്ല പൊളിച്ചു വാരിയിട്ടൊക്കെ തന്നെ ഇതൊക്കെ പെട്ടെന്ന് ശരിയാക്കാനുള്ളത്. മഴയൊക്കെയാണ് പറഞ്ഞത്. കിഡ്നി പോച്ച്, ഉനക്ക് കുണ്ടി പോച്ച്. ഒന്നുമേ ഇല്ലേ പാക്കണമാ, ഒന്നുമേ ഇല്ലേ. എന്നടാ മഴയൊക്കെയാണ് പറഞ്ഞല്ല, മഴയാണ് ഇപ്പം. ഇപ്പം ഇനി നമുക്കൊരു 600 മീറ്ററും കൂടെ ഉള്ളൂ. ഇവിടെ ലൊക്കേഷൻ പറഞ്ഞ കേട്ടോ. റൈറ്റിലോട്ട് പോകണം.
ഫുള്ള് കല്ലാണല്ലേ. അയ്യോ, ഇവിടെ ഞാൻ ലൊക്കേഷൻ പറഞ്ഞ 1.5 കിലോമീറ്റർ ഉള്ളുമായിരുന്നു. ഓ, ഇത് താഴെ കൂടെ വന്നാൽ മതിയായിരുന്നല്ലോ. ഛേ, ഓ ഇല്ലേ, പണയിൽ ടെമ്പിൾ. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഹൗസ് നമ്പർ എത്രയാണ് നോക്കട്ടെ. ശരി, ഓക്കെ. ഏകദേശം ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് 20 രൂപയാണ് കിട്ടിയത്. 1.5 കിലോമീറ്റർ ഉള്ളുമായിരുന്നു കേട്ടോ. ഇനി അടുത്ത സമയം എത്ര ആയാൽ തോന്നി. ഏകദേശം ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം നമ്മളെ ലാസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. സൊമാറ്റോയിലെ ഓർഡർ ഭയങ്കര ശോകം കേട്ടോ. ആകുമ്പോൾ ഒരു രക്ഷയില്ല. ശോകം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ശോകം. ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഇൻസെൻറ്റീവ് എന്ന് പറയണത് പിന്നെ 325 രൂപയാണ്. 22 ഓർഡർ എടുക്കുമ്പോൾ 325 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ഓർഡർ എന്ന് പറയുമ്പോൾ വയ്യന്മാറാണ്. വയ്യന്മാറിലാണ് അടുത്ത ഓർഡർ അടിച്ചിരിക്കുന്നത്. ഓറടിച്ച 12.68. എങ്ങനെയുണ്ട് ഓർഡർ ഇപ്പം? 20-23 ഇത് തന്നെ അടിക്കണം. പിന്നെ പോട്ടോ. ആ, ചെറിയ ചാനലുണ്ട്. ചാനലിൻ്റെ പേര് ട്രാവൽ ഈറ്റ് വിത്ത് ഗോകുൽ. പോട്ടോ. പിന്നെ മറ്റേ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് പോയി കേട്ടോ. ഓഫ് ചെയ്തില്ലായിരുന്നു, മറന്നുപോയല്ല, പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഗൈസ്, അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ക്ലിയർ സൂപ്പാണ് കേട്ടോ. ഇപ്പോൾ കൊടുക്കാനുള്ളത് ചെറുപാലോട് മണികണ്ഠേശ്വരമാണ്. ഇവിടുന്ന് 6.1 കിലോമീറ്റർ ഉണ്ട്. ചെറുപാലോട് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഒരു പാലോട് ഉണ്ട് കേട്ടോ. നമ്മളെ മടത്തറ പാലോട്. വിശപ്പ് അടിച്ചു തുടങ്ങി ഗായ്സ്. നമ്മളെ ലാസ്റ്റ് ഓർഡറാണ്, അതുകൊണ്ട് കൊണ്ട് കൊടുത്തിട്ട് വല്ലതും കഴിക്കണം കേട്ടോ. വിശപ്പിൻ്റെ വിളികൾ വന്നു തുടങ്ങി. ഇവിടെ ഡിഫിക്കൽട്ടാണ് കേട്ടോ. ഓക്കെ, നമ്മളെ കിങ്സിൻ്റെ അവിടെ തിരക്കുണ്ട് കേട്ടോ. ആ, ഉണ്ട് തിരക്കുണ്ട്. കിങ്സിൽ നിന്നൊക്കെ പണ്ട് ഇഷ്ടംപോലെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം കുറച്ചേ ഉള്ളൂ. നല്ല പേടിക്കാൻ അങ്ങനെ കിട്ടും. പണ്ട് അവിടെ തന്നെയായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കണത്. അവിടെ സൈഡ് വെച്ച് കഴിക്കുമല്ലോ. രാവിലെ അവിടെ വന്ന് അവിടെ വെയിറ്റ് ചെയ്യും കേട്ടോ. അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ചിനകത്ത് അവിടെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 7-8 മണിയാകുമ്പം ഓർഡർ അടിക്കും. പിന്നെയും ഓർഡർ കൊണ്ട് കൊടുത്തിട്ട് അവിടെ വരും. അവിടെ വന്നിട്ട് ആ ബെഞ്ച് ഇരിക്കുക കണക്കെ വെച്ച്. അന്ന് കിങ്സ് അടച്ചിട്ടൊക്കെയായിരുന്നു. എന്തോ മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് അടച്ചിട്ടൊക്കെയായിരുന്നു. കുറേ നാൾ അടച്ചിട്ട് അതിനുശേഷമാണ് പിന്നെ തുറന്നത്. ഇപ്പം അങ്ങോട്ട് ഓർഡറൊന്നും അടിക്കില്ല. അടിക്കും എങ്കിലും തോനെയൊന്നും കിട്ടൂല. 1-2 ഓർഡറൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് അമ്പലമുക്ക് റൂട്ടാണ് പോകാനുള്ളത്. ഓ, ഭയങ്കര കാറ്റ് ചേട്ടാ.
ഭയങ്കര കാറ്റ്. വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകണം. എൻ്റെ കോട്ടനൊക്കെ താഴ്ത്തുകൊണ്ട് പോകുന്നു. ഭയങ്കര കാറ്റ്. ഇനി നമുക്ക് 5 കിലോമീറ്റർ ഉണ്ട്. നല്ല വിശപ്പടിക്കണം കേട്ടോ. ബിരിയാണിയിലെ മണമൊക്കെ പറഞ്ഞു മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി. തീരെ നമ്മൾ വിശക്കണ കാര്യം എന്താണെന്ന് അറിയാം. രാവിലെ നമ്മൾ രാവിലെ കഴിച്ചുകൊണ്ടല്ലേ പറഞ്ഞു, ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കും. പെട്ടെന്ന് ദഹിച്ച് പോവും. പിന്നെ വൈകിനകത്തൊന്നും ഇല്ല. അതാണ് ഇത്ര പെട്ടെന്ന് വിശക്കണം. 11 മണി 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ നല്ലപോലെ വിശപ്പടി. വെളുപ്പിന് 5 മണിക്കല്ലേ ഫുഡ് കഴിക്കണേ. അതുകൊണ്ട് നല്ലപോലെ വിശപ്പടി. അതാണ് കുഴപ്പം. നല്ല നല്ല പൊരിച്ച മീനിൻ്റെ മണം കേട്ടോ. അപ്പോൾ കിടിലം. അല്ല ചൂര മീനെങ്ങാണ്ട് പൊരിച്ചാണെന്ന് തോന്നുന്നു. നല്ല ചൂര മീനിൻ്റെ മണം. കോംപ്ലിക്കേഷൻ ആണല്ലോ ദൈവമേ. ഗൈസ് ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ശകലം ഒന്ന് മുന്നോട്ട് വന്നു കേട്ടോ. അവിടെ തിരിഞ്ഞ് കസ്റ്റമറെ വിളിച്ചു പോകട്ടെ. ശരി ഓ. ഗൈസ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കസ്റ്റമർ ഇങ്ങ് വന്നു കേട്ടോ. വീട് അറിയാൻ പറ്റില്ല. ഞാൻ ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം 65 രൂപ 05 പൈസയാണ് കിട്ടിയത്. ഗൈസ് അപ്പം അങ്ങനെ നമ്മൾ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7 to 12 ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഗൈസ് എമൗണ്ട് എന്ന് പറയുന്നത് 185 7 to 12 നമുക്ക് കിട്ടിയത് ടോട്ടൽ എമൗണ്ട്. 6 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5 ജിഗ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് 22 ഓർഡറിനും എടുത്താൽ 325 ഇന്നത്തെ ഇൻസെൻറ്റീവ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.